സ്വയം സഹായ സംഘങ്ങളുടെ മാതൃകയിൽ ഉള്ള വായ്പാ മൈക്രോ ഫൈനാൻസ് പ്രവർത്തനവും അതോടൊപ്പം നിരവധി പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 18 വർഷമായി സുസ്ഥിര വികസന മിഷൻ എന്ന പേരിൽ ആരംഭിച്ച ഈ ജലശ്രീ മിഷൻ കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിന് എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം ആ പ്രവർത്തനങ്ങളിലെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ ഏർപ്പെട്ടു. ഇപ്പോൾ 2 വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കങ്ങളുണ്ടായി. മൈക്രോ ഫൈനാൻസ് പ്രവർത്തനം നടത്തുന്ന എല്ലാ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന എല്ലാ സംഘടനകൾക്കും ഉണ്ടായിട്ടുള്ള ഒരു ക്ഷീണം അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഈ ജലശ്രീ മിഷനും 18 കൊല്ലത്തിനിടയ്ക്ക് നേരിടേണ്ടത്. 50,000 സംഘങ്ങളോടുകൂടി പ്രവർത്തനം ആരംഭിച്ച ജലശ്രീ മിഷൻ ഇന്ന് ലൈവായി 32,000 സംഘങ്ങൾ കാസർഗോഡ് മുതൽ പാറശാല വരെ ജലശ്രീയുടെ പ്രവർത്തനത്തിൽ അണിചേർന്നിട്ടുണ്ട്. വലിയ ഒറ്റപ്പാടും വലിയ പബ്ലിസിറ്റിയോ ഒന്നുമില്ലാതെ നിശബ്ദമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇതിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനമായ പ്രവർത്തനം ഞാൻ പറഞ്ഞു മൈക്രോ ഫൈനാൻസ് പ്രവർത്തനമാണ്. ഈ ജലശ്രീ മിഷൻ ആരംഭിച്ചൊരു 3-4 വർഷം പിന്നിട്ടപ്പോഴാണ് ഞങ്ങൾക്കൊരു നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനിയുടെ രജിസ്ട്രേഷൻ കിട്ടിയത്. അത് റിസർവ് ബാങ്കിൻ്റെ അംഗീകാരം വേണം. സ്വാശ്രയ സംഘങ്ങൾക്ക് പലർക്കും ഇല്ലാത്തതാണ്. പ്രൈവറ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റി ബാങ്ക് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കന്ന് അതിനുള്ള രജിസ്ട്രേഷൻ കിട്ടി. ഞങ്ങൾ രൂപം കൊടുത്ത നോൺ ബാങ്കിങ് കമ്പനിയും കൂടി ഞങ്ങളൊരു ഏകദേശം കണക്കെടുത്തു 6,000 കോടിയിലധികം രൂപ വായ്പാ പ്രവർത്തനം നടത്തുന്നു. ഇതിന് കൂടുതലും ദേശവൽകൃത ബാങ്കുകളാണ്. ഞങ്ങളുടേതായിട്ടുള്ള നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനി ഈ 18 കൊല്ലത്തിനിടയ്ക്ക് 6 കോടിയിൽ തുടങ്ങി 1,600 കോടി രൂപ ഞങ്ങൾക്ക് ട്രാൻസാക്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സംഘങ്ങൾ അല്ലാതെയുള്ളതാണ് പറഞ്ഞത് 5,000-ലധികം കോടി രൂപ. കാരണം ഉദാരമായ വായ്പ ഇപ്പോൾ നേരത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ മൈക്രോ ഫൈനാൻസ് പ്രയോറിറ്റി സെക്ടറിലാക്കി മാറ്റിയെങ്കിലും ഇപ്പോൾ വീണ്ടും പ്രയോറിറ്റി സെക്ടറിലാണ്. പണ്ട് ബാങ്കുകൾക്ക് പുറകെ നടക്കുകയായിരുന്നു ഈ സ്വാശ്രയ സംഘങ്ങൾ. ഇപ്പോൾ ബാങ്കുകൾ നന്നായി പ്രവർത്തിക്കുന്ന സ്വാശ്രയ സംഘങ്ങളെ ഇങ്ങോട്ട് വിളിച്ച് അവർക്ക് വായ്പ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ വർഷവും ഞങ്ങൾ ഓരോ പുതിയ പ്രവർത്തന പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് വാർഷിക സമ്മേളനങ്ങൾ നടത്തുന്നത്. വാർഷിക സമ്മേളനങ്ങളിൽ കൂടി ഒരു പ്രധാന തീം അവതരിപ്പിച്ചുകൊണ്ടാണ് നടത്തുന്നത്. ഇത്തവണത്തെ വാർഷിക സമ്മേളനം ഞങ്ങൾ ഫെബ്രുവരി 2-ന് ആരംഭിച്ച് 2-3 തീയതികളിലാണ്. 2-ാം തീയതി രാവിലെ ഞങ്ങളുടെ സംസ്ഥാന കേന്ദ്ര സമിതി യോഗം കൂടും. വൈകിട്ട് 4 മണിക്ക് കേരളത്തിൻ്റെ സുസ്ഥിര വികസനത്തിൽ ജലശ്രീയുടെ പങ്ക് മുൻകാലങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി ഒരു പഞ്ചകർമ്മ പദ്ധതി ഈ സംസ്ഥാന സമ്മേളനത്തിൽ ആവിഷ്കരിക്കുക. എല്ലാം പുതുമയുള്ളതൊന്നുമല്ല. ഒന്ന്, മാലിന്യ നിർമ്മാർജ്ജനം. കുടുംബങ്ങളെ കേന്ദ്രമാക്കിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം. രണ്ടാമത്തത്, വീടുകൾ പുരപ്പുറ വൈദ്യുതിയുടെ വ്യാപനം. എല്ലാ വീടുകളിലും സോളാർ പാനലുകൾ വയ്ക്കുക, സോളാർ നൽകി അവരെ കൊണ്ട് എടുപ്പിക്കുക. മൂന്നാമത്തേത്, ഞങ്ങൾ ഈ എല്ലാ വീട്ടുമുറ്റത്തും അല്ലെങ്കിൽ മട്ടുപ്പാവിൻ നാട്ടിൽ പുറത്ത് ഞങ്ങൾ നേരത്തെ നടത്തിയിരുന്ന ഒരു വലിയ പ്രചരണമാണ് വിഷരഹിത ഭക്ഷ്യോൽപാദനം. ജൈവ കൃഷിക്ക് വലിയ ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ കേരളമുണ്ടക്ക് സുസ്ഥിര വികസന യാത്ര ഞങ്ങളെല്ലാവരും നടത്തി ജൈവ കൃഷിയിലേക്ക് ജലശ്രീ പ്രവർത്തകരെ കൊണ്ടുവന്നു. ഇപ്പോൾ വീട്ടുമുറ്റത്ത് ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്ന വിത്തുകൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾക്ക് അവർ സൗജന്യമായി വിത്ത് തന്നിട്ടുണ്ട്. പച്ചക്കറി തോട്ടം, ഈ അടുക്കളത്തോട്ടം. പക്ഷെ അത് ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നത് ജൈവവളം ഉപയോഗിച്ച് സ്വന്തം ആവശ്യത്തിലുള്ള പച്ചക്കറി ഉൽപ്പാദനം. മൂന്നാമത്തെ പരിപാടി അതാണ്. നാലാമത്തേത് അതുമായിട്ട് വളരെ ബന്ധമുള്ളതാണ്. 5 വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ, ഓരോ രംഗത്തും വിദഗ്ധന്മാരായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് അവരുടെ ഒരു പ്രഭാഷണവും അവരുടെ ഒരു പ്രബന്ധവും അവതരിപ്പിക്കുന്നുണ്ട്. അതിൽ ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധ പ്രവർത്തനത്തെക്കുറിച്ച് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ നേതാവ് കൂടിയായ ഡോക്ടർ സുൽഫി ആണ് അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത്. സോളാർ വ്യാപനത്തെക്കുറിച്ച്, വ്യാപന പരിപാടിയെക്കുറിച്ച് BSS
സോളാർ മിഷനുണ്ട്, അവരുടെ ചീഫ് കോർഡിനേറ്റർ PS ഗോപകുമാറും, അതുപോലെ ഈ അടുക്കള തോട്ടം ജൈവ പച്ചക്കൃഷിയിലൂടെ ഇപ്പോൾ അഗ്രികൾച്ചർ കോളേജിലെ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ഡോക്ടർ CK പീതാംബരൻ, മാലിന്യ നിർമ്മാണത്തെക്കുറിച്ച് ദേശീയ ശാസ്ത്രവേദിയുടെ പ്രതിനിധിയായ ഡോക്ടർ വട്ടവള ജയകുമാറും ഈ സംഭവത്തെക്കുറിച്ച് സംസാരിക്കും. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ ചീഫ് സെക്രട്ടറി ശ്രീ ജയകുമാറാണ്. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജലനിധിയുടെ ഡയറക്ടർ ഡോക്ടർ V സുഭാഷ് ചന്ദ്രബോസ് അവർക്കെതിരെ എഴുതിയിട്ടുണ്ട്. ഇവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അന്ന് ഇവരുടെ നിർദ്ദേശങ്ങൾ കൂടി സ്വരൂപിച്ചുകൊണ്ട് 3-ാം തീയതി രാവിലെ ടാഗോർ സെന്റിനറി ഹാൾ ഉമ്മൻചാണ്ടി നഗർ, കഴിഞ്ഞ ഞങ്ങളുടെ സമ്മേളനം കോട്ടയത്ത് വെച്ചായിരുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ സ്മാരകമായി അന്ന് ഞങ്ങൾ ജനശ്രീ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളോടൊപ്പം ഒറ്റപ്പെട്ട് നടത്തിയിരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് എല്ലാ ജനശ്രീ ജില്ലകളിലും നിയോജക മണ്ഡലങ്ങളിലും ജനശ്രീയുടെ അനുബന്ധ സംഘടനയായി ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. അതിലൂടെ രോഗികൾക്കും അതുപോലെ മറ്റ് വളരെയധികം സഹായം അർഹിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് സഹായം സ്വരൂപിച്ചു കൊടുക്കുന്ന പരിപാടി എല്ലായിടത്തും നടത്താൻ വേണ്ടിയും മുൻ മന്ത്രി KC ജോസഫ്, അതുപോലെ തന്നെ ചെറിയാൻ ഫിലിപ്പ്, പാലോട് രവി, അഡ്വക്കേറ്റ് വിജയശേഷി, ശ്രീമതി മറിയാമ്മ ഉമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഈ പഞ്ചകർമ്മ പദ്ധതിയുടെ ഇംപ്ലിമെൻറ്റേഷനെ കുറിച്ച് വിശദമായ ചർച്ച നടത്തും. വൈകുന്നേരം 4 മണി വരെ 2000-ത്തിലധികം പ്രതിനിധികൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നായി പങ്കെടുക്കുന്നുണ്ട്. ആ സമ്മേളനത്തോടു കൂടി പഞ്ചകർമ്മ പദ്ധതി നിലവിലുള്ള ജനശ്രീയുടെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതോടൊപ്പം ഈ സാമൂഹ്യ ബാധ്യത നിറവേറ്റാൻ മുൻകാലങ്ങളിൽ നടത്തിയ പ്രവർത്തനം ഒരു കേന്ദ്രീകൃത ഒരു അഞ്ചിന പരിപാടിയായി നടപ്പാക്കുക. ഇതാണ് ഒരു സന്നദ്ധ സംഘടന, സർക്കാരിതര സന്നദ്ധ സംഘടന എന്ന നിലയിൽ 18 കൊല്ലക്കാലം ഇത് പ്രവർത്തിക്കാനും ഇപ്പോഴും അത് നിലനിർത്താനും സാധിച്ചു എന്നുള്ള ഒരു അഭിമാനം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പല സംഘടനകളെ രൂപം കൊണ്ട് ഇതുപോലെ പ്രതിസന്ധികളിൽ തകർന്നു പോകുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോയി. ഇനിയും വരും വർഷങ്ങളിൽ കൂടുതൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള ജനശ്രീ സംഘങ്ങൾ ഉണ്ടാക്കി കൂടുതൽ ആളുകൾ വളരെ വ്യാപകമായ തോതിൽ അവർക്ക് വായ്പ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തി നടത്തുന്നുണ്ട്. ഇന്ത്യൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഈ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ പ്രത്യേകിച്ച് മലബാർ ജില്ലകളിൽ വ്യാപകമായി വായ്പ കൊടുത്തു. അവരിപ്പോൾ ഞങ്ങളോടും ഒരു ബാങ്ക് തന്നിരിക്കുന്ന പ്രോമിസ് അടുത്ത വർഷം 10 കോടി രൂപ വെച്ച് 14 ജില്ലയിലും അവരുടെ ബാങ്ക് വായ്പ തരാം. അതിനനുസരിച്ചുള്ള അപേക്ഷകൾ, അതൊരു ബാങ്കാണ്, നിരവധി ബാങ്കുകൾ അതിന് തയ്യാറാണ്. അപ്പോൾ അടുത്തൊരു വർഷം ഞങ്ങൾ കൂടുതൽ വായ്പ ലഭ്യമാക്കി കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. 6 ലക്ഷം അംഗങ്ങളുടെ ഒരു സംഘടന എന്ന നിലയിൽ ഇതിൻ്റെ സമ്മേളനം ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുകയാണ്. ഞങ്ങൾ സാധാരണ പത്രസമ്മേളനങ്ങളൊന്നും നടത്താറില്ല. കാരണം വിവാദങ്ങൾ ഉണ്ടായാലേ പത്രങ്ങൾക്ക് ആ വാർത്തയ്ക്ക് പ്രാധാന്യമുള്ളൂ. ഞങ്ങൾ വിവാദങ്ങളൊന്നുമില്ലാതെ സത്യപരമായ പ്രവർത്തനം നടത്തുന്നത് തിരുവനന്തപുരത്ത് ഇവിടെ നിന്നാണ് രൂപം കൊണ്ടത്. ആദ്യമായി തിരുവനന്തപുരത്ത് ഇത്തരം ഒരു വാർഷിക സമ്മേളനം നടത്തുന്നതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ വിളിച്ച സമ്മേളനത്തെക്കുറിച്ച് പറയാൻ ഞങ്ങൾ തയ്യാറായി. ഇതിന് ജനശ്രീയുടെ സംസ്ഥാന സെക്രട്ടറി PS ബാലകൃഷ്ണൻ, നേരത്തെ തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകർ DSS-ന്റെ ചെയർമാനുമാണ്. ഇതിന് സ്വാഗത സംഘം ചെയർമാനാണ് അഡ്വക്കേറ്റ് വിജയശേഷി. സ്വാഗത സംഘം കൺവീനറും തിരുവനന്തപുരം ജില്ലയുടെ ചെയർമാനുമാണ് അധ്യാപക നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ വട്ടപ്പാറ. ഞങ്ങളുടെ ഇവിടുത്തെ സെക്രട്ടറിയാണ് ശ്രീമതി ആദരാ.